ഹായ് ഫ്രണ്ട്സ്, ഇലക്ട്രോണിക്സ് മലയാളം ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഒരു സീരിയൽ ലാമ്പ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അതായത് നമുക്ക് സർക്യൂട്ടുകൾ ഇലക്ട്രോണിക് സർക്യൂട്ട് ചെയ്യുമ്പോൾ എപ്പോഴും വരുന്നൊരു ബുദ്ധിമുട്ടാണ്. നമ്മൾ ചെയ്ത സർക്യൂട്ടിൽ എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടെങ്കിൽ അത് പ്ലഗ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ വീട്ടിലെ ഫ്യൂസ് അടക്കം പോകുന്ന ഒരവസ്ഥയുണ്ടാവും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളൊരു ഇലക്ട്രോണിക്സ് ഉപകരണം ടി വിയോ ഇൻഡക്ഷൻ കുക്കറോ പോലെ ഏത് ഡിവൈസുകളും നമ്മൾ സർവീസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടെങ്കിൽ ആ ഷോർട്ട് സർക്യൂട്ട് ആണോ അല്ലേ എന്ന് ഡിറ്റക്ട് ചെയ്യാനും നമ്മളെ വീട്ടിലെ ഫ്യൂസും മറ്റ് സപ്ലൈക്കൊന്നും തകരാറ് വരാതെ നമ്മുടെ ചെക്കിങ് നടത്താനും ഉപയോഗിക്കുന്നൊരു സാധനത്തെയാണ് സീരിയൽ ലാമ്പ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രവർത്തനം സിമ്പിളാണ്. ഒരു ബൾബിൽ സീരിയലായി കണക്ട് ചെയ്തിട്ട് നമ്മൾ ലോഡിനെ കണക്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പെർമനൻറ്റ് സീരിയൽ ലാമ്പിൻ്റെ ഒരു സ്വിച്ച് ബോർഡ് നിർമ്മിച്ച് വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിത് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു പവർ പ്ലഗ് ആണ്. ഞാൻ പവർ പ്ലഗ് ഉപയോഗിക്കുന്ന മറ്റൊന്നും കൊണ്ടല്ല, ഇതിൽ ഞാനിപ്പോൾ എൻ്റെ ഷോപ്പിലേക്ക് വേണ്ടി സെറ്റ് ആക്കുകയാണ്. പവർ പ്ലഗ് ആകുമ്പോൾ നമുക്കിതിൽ വലിയ ഇത് ഉപയോഗിക്കാൻ പറ്റും. അതായത് ഇൻഡക്ഷൻ കുക്കറുകൾ പോലത്തിനൊക്കെ മിക്കവാറും പവർ പ്ലഗ് ആണ് വരിക. അപ്പോൾ അത് ഷോർട്ട് ഉണ്ടോ നമുക്ക് ചെക്ക് ചെയ്യുകയാണെങ്കിൽ പവർ പ്ലഗ് തന്നെ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ പവർ പ്ലഗോ അല്ലെങ്കിൽ സാധാ 3 പിൻ പ്ലഗോ അല്ലെങ്കിൽ 2 പിൻ പ്ലഗോ ഒന്ന് വേണം. പിന്നെ നമുക്ക് സ്വിച്ച് ആവശ്യമെങ്കിൽ മാത്രം വെക്കുക. അതുപോലെ തന്നെ ഒരു ബൾബ് ഹോൾഡർ. പിന്നെ വേണ്ടത് ഒരു ബൾബാണ്. ബൾബ് വേണ്ടത് 200 വാട്ടിൻ്റെ മേടിക്കുക. 200 വാട്ടിൻ്റെ സാധാ ഫിലമെൻറ്റ് ബൾബ്. 100 വാട്ടിൻ്റെ ഇതിൽ നമുക്ക് ചെയ്യാം. പക്ഷേ ഒരു CRT TVയോ ഇൻഡക്ഷൻ കുക്കറോ പോലത്തെ ഡിവൈസുകളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 200 വാട്ടിൻ്റെ ബൾബ് വെക്കുന്നതാണ് പെർഫെക്റ്റ് ആവാൻ നല്ലത്. അല്ലെങ്കിൽ നമുക്കത് ഫുൾ ഷോർട്ട് ആണോ അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നുള്ള കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പോൾ ഇനി ഇത് ചെയ്യുന്ന വർക്കിലേക്ക് അടക്കം. അപ്പോൾ സാധാരണ ലെവലിൽ നമ്മളിതിലേക്ക് വയറിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് 2 വയറിനെ എടുത്തിട്ട് ഫേസിനെയും ന്യൂട്രലിനെയും അതുപോലെ തന്നെ എർത്തിനെയും നേരിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കണക്ട് ചെയ്യുന്നതാണല്ലോ ചെയ്യുന്ന മെത്തേഡ്. അതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം മാത്രമേ ഇതിലുള്ളൂ. ഇപ്പോൾ നമ്മളിവിടെ 2 വയർ എടുത്തു. ഫേസിനും ന്യൂട്രലിനും കൊടുക്കാൻ വേണ്ടി 2 വയറുകളുണ്ട്. അപ്പോൾ വയറിനെ ഞാൻ ഈ ബോക്സിൻ്റെ ഉള്ളിലൂടെ ഇപ്പുറത്തേക്ക് വെക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫേസ് ആക്കി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് റെഡ് വയറിനെയാണ്. അപ്പോൾ റെഡ് വയറിനെ ഇവിടെ സ്വിച്ചിൻ്റെ ഒരു പിന്നിലേക്ക് കൊടുക്കുക. സ്വിച്ചിലേക്ക് നമ്മളിവിടെ റെഡ് വയറിനെ പ്ലഗ് ചെയ്ത് വെച്ചു. റെഡ് വയറിനെ കണക്ട് ചെയ്തു. ഇനി ഇവിടെ ഉള്ളത് നിയോൺ ബൾബ് ഇതിലുണ്ട് ഓൾറെഡി. അപ്പോൾ നിയോൺ ബൾബ് അവിടെ തന്നെ കിടക്കട്ടെ. നമുക്കിത് ഇത് ഓണായോ എന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ കിടന്നോട്ടെ. ഇനി ന്യൂട്രലിൻ്റെ വയറിനെ എടുത്തിട്ട് നേരെ സോക്കറ്റിലുള്ള ന്യൂട്രൽ ലൈനിലേക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കുക. അതിനെ നമ്മൾ ഇപ്പുറത്തേക്ക് കണക്ട് ചെയ്തു. ഇനി ഇതിൽ നമുക്ക് നോർമൽ കേസിൽ സാധാരണ നമ്മളൊരു വയറിങ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഈ ഒരു ഭാഗം സ്വിച്ചിൻ്റെ അടുത്ത വയറിൽ നിന്ന് ഒരു വയറിനെ നേരിട്ട് ഇവിടെ ഫേസിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് ചെയ്യാറുള്ളത്. കാരണം അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഫേസ് ഇങ്ങോട്ട് കിട്ടും, ഫേസ് ന്യൂട്രലായി സർക്യൂട്ട് ഇവിടെ കൊടുക്കുന്ന ലോഡ് വർക്ക് ചെയ്തോളും. സീരിയൽ ലാമ്പിൽ നമ്മൾ ചെയ്യുന്നത് ഇവിടേക്ക് ഒരു ബൾബ് ഹോൾഡറിനെയാണ് കൊടുക്കുന്നത്. ബൾബ് ഹോൾഡറിൻ്റെ 2 വയറുകളുണ്ട്. ആ 2 വയറിനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലൂടെ തന്നെ വെക്കുകയാണ്. സോക്കറ്റ് ഇപ്പോൾ നമുക്കിങ്ങനെ വെക്കാൻ പറ്റുക. ഇത് ഇവിടെ വെച്ചാൽ ഓക്കെ. അപ്പോൾ ഇതിൽ തന്നെ ഇടാം. അവിടെ ഒരു ഹോൾ വഴി തന്നെ വയറിനെ ഫിക്സ് ആക്കുകയാണ്. ഈ ഒരു വയറുകളെടുത്തു. ഇതിലെ ഒരു വയറിനെ ഇവിടെ നമ്മൾ പിന്നെ പൊളാരിറ്റി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം വരുന്ന ഫേസിൽ സീരീസ് ആയിട്ടാണ് ഇത് കൊടുക്കുന്നത്. അവിടെ പിന്നെ ഫേസോ ന്യൂട്രൽ നോക്കണ്ട. ഫേസിനെ ന്യൂട്രലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സർക്യൂട്ട് ചെയ്യുമ്പോൾ DC പ്ലസും മൈനസും നോക്കുന്ന പോലെ അത്ര കെയർ ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഫേസും ന്യൂട്രലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലൊക്കെ സർക്യൂട്ട് വർക്ക് ചെയ്തോളും. ചില മോട്ടോറുകളുടെ കാര്യത്തിൽ മാത്രമാണ് ഫേസും ന്യൂട്രലൊക്കെ കറക്റ്റാക്കിയിട്ട് കൊടുക്കേണ്ടത്. മറ്റുള്ള കാര്യങ്ങളിലൊന്നും പ്രശ്നമില്ല. അപ്പോൾ ബൾബിൻ്റെ ഒരു വയറിനെ അങ്ങോട്ട് കൊടുത്തു. ഒന്നിനെ നമ്മൾ ഇതിലേക്കും കണക്ട് ചെയ്യുകയാണ്. ഇത്രയും കണക്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ സീരിയൽ ലാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നേരിട്ട് ഫേസിനെ നമ്മൾ നേരിട്ട് സ്വിച്ചിലേക്ക് കൊടുത്തു. ആ ഫേസിനെ സ്വിച്ചിൽ നിന്ന് നേരിട്ട് ഇവിടുത്തെ ഫേസിലേക്ക് പോരേണ്ടതിന് പകരം അതിനൊരു ബൾബിലേക്ക് വിട്ടു. ആ ബൾബ് വഴി കടന്നിട്ടാണ് ഇപ്പുറത്തേക്ക് സപ്ലൈ എത്തുക. ന്യൂട്രലിനെ ഇവിടെ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്തു. ഇതോട് കൂടിയിട്ട് നമ്മുടെ സീരിയൽ ലാമ്പ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിനെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാണ്. അപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബൾബിനെ ഇതിലേക്ക് ഇടണം. 200 വാട്ടിൻ്റെ ബൾബ് മേടിച്ച് കൊടുന്ന് വെച്ചുകൊണ്ട് ഇതിനെ
ഒന്ന് പ്ലഗ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി ഇതിൻ്റെ 2 വയറുകൾ, അതായത് നമ്മൾ സീരിയൽ ലാമ്പിൽ നമ്മൾ ആദ്യം പ്ലഗ് ചെയ്തല്ലോ ഫേസിൽ സ്വിച്ചിലേക്കും അതേപോലെ തന്നെ ന്യൂട്രൽ ലൈനിലേക്കും ന്യൂട്രലിൻ്റെ സോക്കറ്റിലേക്കും നേരിട്ട് കൊടുത്ത വയറുകൾ, ആ വയറിനെ കൊണ്ടുപോയിട്ട് ഞാനിവിടെ പ്ലഗ് ചെയ്യാണ്. അതിനവിടെ പ്ലഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ടെസ്റ്റ് ഓൺ നോക്കിയാൽ ചിലപ്പോൾ കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ സ്വിച്ച് ഓൺ ആക്കാം. ഓക്കെ, അവിടെ സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ സീരിയൽ ലാമ്പ് ഇവിടെ ഓൺ ആയിട്ടുണ്ട്. സീരിയൽ ലാമ്പിൻ്റെ ലൈറ്റ് കത്തുന്നുണ്ട്. പക്ഷേ നമുക്കിവിടെ ടെസ്റ്റർ വെച്ച് കഴിഞ്ഞാൽ അതിൽ ഫേസ് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പുറത്തേക്കാണ് ഫേസ് വരേണ്ടത്. ഇപ്പോൾ ന്യൂട്രലിൻ്റെ ഭാഗത്താണ് ഫേസ് കാണിക്കുന്നത്, ഇവിടെ ലോഡ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇനി നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട മെത്തേഡ് ഇത്രയേ ഉള്ളൂ. ഇതിൽ നമ്മൾ ഷോർട്ടാക്കി കൊടുക്കുക ഈ 2 പ്ലഗിനെ. ഞാനിവിടെ ചെയ്യുന്നത് ഒരു വയർ എടുത്തിട്ട് ഇതിൽ ഫേസിൽ ന്യൂട്രലും പ്ലഗിൽ കൊണ്ടുപോയിട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഒരു ഡിവൈസ് ഷോർട്ടായി കഴിഞ്ഞാൽ അതേ അവസ്ഥയാണല്ലോ ഉണ്ടാവുക. പിന്നെ ഇവിടെ വെച്ച് ഷോർട്ടാക്കി കൊടുത്തു. ഇനി സ്വിച്ച് ഓൺ ചെയ്യാണ്. സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ബൾബ് അതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ്സിൽ കത്തും. കാരണം ബൾബിലേക്ക് ഡയറക്റ്റ് സപ്ലൈ കൊടുത്തതിന് തുല്യമാണല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ബൾബ് അതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ്സിൽ അവിടെ കത്തിക്കോളും. ഇതിന് പകരം നമ്മൾ ഇവിടെ ഇപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് നമ്മളൊരു ടി വി ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ടി വി ഷോർട്ടാണ് എന്നുണ്ടെങ്കിൽ ഈ ബൾബ് പൂർണ്ണ ബ്രൈറ്റ്നസ്സിൽ കത്തും. എന്നാൽ ആ ടി വിയിൽ ഷോർട്ടൊന്നുമില്ല, ടി വി വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ ടി വി വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുകയും ചെയ്യാം. പക്ഷേ ഈ ബൾബ് ചെറിയൊരു ബ്രൈറ്റ്നസ്സിൽ കത്തിക്കൊണ്ടിരിക്കും. അതിന് കാരണം ടി വി സാധാ CRT ടി വി ആണെങ്കിൽ 75 വാട്ട് 80 വാട്ട് 60 വാട്ടിൻ്റെ ലെവലൊക്കെ ഉണ്ടാകും. ഇത് 200 വാട്ടിൻ്റെ ബൾബാണല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ ഒരു 60 വാട്ടിനോടുള്ള കറണ്ട് ഒഴുകുമ്പോൾ സ്വാഭാവികമായിട്ട് ബൾബ് കുറഞ്ഞ ബ്രൈറ്റ്നസ്സിൽ കത്തും. ഞാനിപ്പോൾ ഒരു അഡാപ്റ്റർ കൊടുക്കുകയാണ്. അഡാപ്റ്റർ ഒന്നും കൊടുത്തത് അറിയില്ല കേട്ടോ. അഡാപ്റ്റർ ഫുൾ ഷോർട്ട് ആണെങ്കിൽ ഇവിടെ അത് നന്നായിട്ട് ബ്രൈറ്റായിട്ട് കത്തും. ഇനിയൊരു വേറൊരു അഡാപ്റ്റർ ഉണ്ട്, അതിനെ കൂടി ഒന്ന് പ്ലഗ് ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരാം. ഇത് വേറൊരു അഡാപ്റ്റർ ഞാൻ പ്ലഗ് ചെയ്തതാണ്. ഇപ്പോൾ ഇതിൽ ലൈറ്റൊന്നും ഇതാവുന്നില്ല, സീരിയൽ ലാമ്പൊന്നും കത്തുന്നില്ല. ഇത് ആക്ച്വലി ഡാമേജ് ആണ്. ഇതിൻ്റെ ഉള്ളിലുള്ള ഫ്യൂസ് പോയി കിടക്കുകയാണ്. ആ ഫ്യൂസ് ഇട്ടിട്ട് ഇത് കണക്ട് ചെയ്താൽ ഫുൾ ഷോർട്ടായി കാണിക്കുക. കാരണം ഇത് ഷോർട്ടാണ്. ഞാൻ ഒരു വട്ടം ചെക്ക് ചെയ്തതാണ്, അന്ന് സീരിയൽ ലാമ്പ് ഇല്ലാതെ ചെക്ക് ചെയ്തത്. അപ്പോൾ ചെറിയൊരു കമ്പി മാത്രം കൊടുത്തതുകൊണ്ട് ആ ഫ്യൂസ് അപ്പോൾ തന്നെ കത്തിപ്പോയി എന്നുള്ളതേ ഉണ്ടായതുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ഷോർട്ട് സർക്യൂട്ടുകളാണോ അല്ലേ എന്നുള്ളത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സീരിയൽ ലാമ്പിനെ യൂസ് ചെയ്യാം. നമ്മൾ വർക്ക് ടേബിളിൽ തന്നെ ഇതിനെ കൊണ്ടുപോയിട്ട് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സീരിയൽ ലാമ്പ് റെഡിയായി. നമുക്ക് എല്ലാ എക്യുപ്മെൻറ്റുകളും ഏത് എക്യുപ്മെൻറ്റും ഡാമേജ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നേരെ സീരിയൽ ലാമ്പിൽ പ്ലഗ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ബാക്കി ചെക്കിങ്ങുകൾ ചെയ്യാം. ഞാൻ നാട്ടിൽ ചെറിയൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പണിയൊക്കെ കഴിഞ്ഞു. ഈ വരുന്ന വ്യാഴാഴ്ച നമ്മളതിൻ്റെ ഒരു ഇനാഗുറേഷൻ നടത്താണ്. ഇനാഗുറേഷൻ എന്ന് പറഞ്ഞാൽ പരിപാടി ഒന്നുമില്ല, നമ്മൾ കയറിയിട്ട് അവിടെ പണി തുടങ്ങും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി മുതൽക്ക് നമ്മുടെ ചാനലിൽ സർവീസിങ്ങിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓരോ എക്യുപ്മെൻറ്റുകൾ സർവീസ് ചെയ്യുന്നതിൻ്റെ വീഡിയോകൾ എന്തായാലും ചാനലുകളിലൂടെ വരാം. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കാം. ഓക്കെ.